ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തേർഡ് സ്റ്റാൻഡേർഡിലെ EVS ആനുവൽ ഇവാലുവേഷൻ 2024-25 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താണ് ഇപ്പം ക്വസ്റ്റ്യനൊക്കെ മാറി, എന്താണ് പേപ്പറൊക്കെ മാറിയിട്ടുണ്ട്. അതായത് ബുക്കൊക്കെ പുതിയ ബുക്കാണ്, അതിനോടനുബന്ധിച്ചുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് നോക്കാം നമുക്ക്. ഇവിടെ നിങ്ങളെ പേര് എഴുതുക, നെയിം ഓഫ് സ്റ്റുഡൻറ്റ്, നെയിം ഓഫ് ദി സ്കൂൾ, പിന്നെ ഡിവിഷൻ. ഓക്കെ, അത് എഴുതുക. പിന്നെ ഇൻസ്ട്രക്ഷൻ എന്താണ്, 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ഉണ്ട്. ആ ടൈമിൽ നിങ്ങൾ എന്താക്കുക, ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായി വായിച്ച് മനസ്സിലാക്കുക. അതുപോലെ അടുത്ത് എന്താ, റൈറ്റ് ആൻസേഴ്സ് ഫോർ എനി 5 ആക്ടിവിറ്റീസ് ഫ്രം 1 to 6. 1 മുതൽ 6 വരെയുള്ള ആക്ടിവിറ്റീസിൽ ഓൺലി 5 ആക്ടിവിറ്റീസ് ചെയ്താൽ മതി. ഓക്കെ, ആൻസർ ഓൾ ദ സബ് ക്വസ്റ്റ്യൻസ് ഓഫ് ദ സെലക്ടഡ് ആക്ടിവിറ്റീസ്. ഏതൊക്കെ ആക്ടിവിറ്റിയാണ് സെലക്ട് ചെയ്യുന്നത്, അതിലെന്താണ് ABC എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ആൻസർ ചെയ്യണം കേട്ടോ. ഓക്കെ, ഏത് ആക്ടിവിറ്റിയാണ് സെലക്ട് ചെയ്യുന്ന ആക്ടിവിറ്റിയിലുള്ള മൊത്തം ക്വസ്റ്റ്യൻ്റെ ആൻസറും നമ്മൾ എഴുതണം. നെക്സ്റ്റ് എന്താണ്, ഫസ്റ്റ് ആക്ടിവിറ്റി 1 ആണ് കേട്ടോ. ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് പ്ലാന്റ്സ്. Don't you know that plants around us are classified into herbs, shrubs and trees? അല്ലേ, നമുക്കറിയാം എന്താ ഹെർബ്സും ഷ്രബ്സും ട്രീസിനെയൊക്കെ ട്രീസൊക്കെ ആയിട്ട് എന്താണ് നമുക്ക് പ്ലാന്റ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലേ. കംപ്ലീറ്റ് ദ ടേബിൾ ഓൺ ദ ബേസിസ് ഓഫ് ദർ ഫീച്ചർ. അതിന്റെ ഫീച്ചർ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്താ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കിയേ, ഹെർബ്സ് അല്ലേ, ഹെർബ്സ് ഒരു ഇത് എന്താണ് ഇത് തന്നില്ല, മറ്റേ തന്നില്ല, നോട്ട്സ് ഓ സ്റ്റോൾ, എന്താണ് ഏറ്റവും വലിയ ഹൈറ്റ് ഒന്നും ഇല്ല എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ പ്രത്യേകത വേറെ എന്തായിരിക്കും, അതിൻ്റെ പെക്യുലാരിറ്റി എന്തായിരിക്കും എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ ഹെർബിൻ്റെ എന്താണ്, നമുക്ക് സോഫ്റ്റ് സ്റ്റെം എഴുതാം അല്ലേ. അപ്പോൾ അവിടെ എന്താക്കാം, നമുക്ക് സോഫ്റ്റ് സ്റ്റെം എഴുതാം. അതുപോലെ ഷ്രബ്സിൻ്റെ എന്താണ്, ഹാർഡ് സ്റ്റെം ആണ് അല്ലേ. പിന്നെന്താണ് അതിൻ്റെ പ്രത്യേകത എന്താണ്, ഇവിടെ നോട്ട്സോ ടോൾ അല്ല ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഹെർബിൻ്റെ നോട്ട്സോ ടോൾ ആണെങ്കിൽ ഷ്രബ്സിൻ്റെ എന്തായിരിക്കും, ടോൾ ആയിരിക്കും അല്ലേ. ഓക്കെ, ഇനി മരങ്ങളാണെങ്കിലോ ഇത് വെരി വെരി ഹാർഡ് സ്റ്റെം ആയിരിക്കും. പിന്നെന്താണ് ട്രീസിൻ്റെ എന്താണ് വെരി ടോൾ ആയിരിക്കില്ല, നല്ല ഹൈറ്റ് ഉണ്ടായിരിക്കും അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ ഹെർബ് സോഫ്റ്റ് സ്റ്റെം എന്ന് എഴുതാം. പിന്നെ ഷ്രബ്സിന്റെ ഇവിടെ ടോൾ അല്ലേ, ട്രീസിന്റെ വെരി ഹാർഡ് സ്റ്റെം, വെരി ടോൾ. ഇനി റൈറ്റ് ഡൗൺ ദ ഫീച്ചേഴ്സ് ഓഫ് പ്ലാന്റ്സ് ദാറ്റ് ലീവ് ഇൻ വാട്ടർ. വെള്ളത്തിൽ ജീവിക്കുന്ന, അതായത് വെള്ളത്തിൽ വളരുന്ന പ്ലാന്റ്സിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ് 2 ഫീച്ചറാണ് എഴുതേണ്ടത് അല്ലേ. അപ്പൊ 2 ഫീച്ചർ പറയാൻ പറ്റുമോ എന്താണെന്നുള്ളത്? എന്താണ് 2 ഫീച്ചർ എന്തൊക്കെയാ നമുക്കറിയാം. ദ പ്ലാന്റ്സ് ദാറ്റ് ഗ്രോ ഇൻ വാട്ടർ, ദ ലീവ്സ് ആൻഡ് ഫ്ലവേഴ്സ് ഫ്ലോട്ട് ഓൺ വാട്ടർ സർഫേസ്, പൊങ്ങി കിടക്കൂല വെള്ളത്തിൽ. പിന്നെന്താ എലോങ്ങേറ്റഡ് സ്റ്റെം, പിന്നെ ലീവ്സ് ഹാവ് എന്താണ് വാക്സി കോട്ടിംഗ്, സോ വാട്ടർ ഡസ് നോട്ട് സ്റ്റിക്ക് ടു ദ ലീവ്സ് അല്ലേ, വെള്ളം പറ്റി പിടിച്ചിക്കൂല അല്ലേ. അപ്പം നമുക്ക് ഏതെങ്കിലും 2 ഫീച്ചർ എഴുതിയാൽ മതി. അപ്പം എന്താണ്, പ്ലാന്റ്സ് ദാറ്റ് ഗ്രോ ഇൻ വാട്ടർ, ദ ലീവ്സ് ആൻഡ് ഫ്ലവേഴ്സ് ഫ്ലോട്ട് ഓൺ വാട്ടർ സർഫേസ്. ഓക്കെ, ദ ലീവ്സ് ആൻഡ് ഫ്ലവേഴ്സ് ഫ്ലോട്ട് ഓൺ വാട്ടർ സർഫേസ്, പിന്നെ എലോങ്ങേറ്റഡ് സ്റ്റീം അല്ലേ. നെക്സ്റ്റ് എന്താണ്, പുട്ട് എ ടിക്ക് മാർക്ക് ഓൺ അഗെയിൻസ്റ്റ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഗിവൺ ബിലോ. കറക്റ്റ് സ്റ്റേറ്റ്മെന്റിന്റെ അവിടെ എന്താണ് ടിക്ക് മാർക്ക് ഇടാനാ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഫ്രൂട്ട്സ് ഫിക്സ് ദ പ്ലാന്റ്സ് ഇൻ ദ സോയിൽ, ട്രൂ ഓഫ് ഓൾസോ. ഫ്രൂട്ട് എന്താണ് സോയിലിൽ ഫിക്സ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എന്താ, ട്രൂ ഓഫ് ഓൾസോ, ട്രൂ ആണ് അല്ലേ. അപ്പൊ നമുക്ക് അവിടെ എന്താ ടിക്ക് ഇട്ട് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ഓൾ പ്ലാന്റ്സ് ബ്ലൂം. എല്ലാ പ്ലാന്റ്സും പൂ ഇടുമോ, ഇല്ല അല്ലേ. അപ്പൊ നമുക്ക് എന്താ തെറ്റിട്ട് കൊടുക്കുക അല്ലേ. നെക്സ്റ്റ് എന്താണ്, സ്റ്റെം പ്രിപ്പയർസ് ദ ഫുഡ് നീഡഡ് ഫോർ ദ പ്ലാന്റ്സ്. സ്റ്റെം പ്രിപ്പയർസ് ദ ഫുഡ് നീഡഡ് ഫോർ ദ പ്ലാന്റ്സ്. പ്ലാന്റ്സിന് വേണ്ടിയുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് സ്റ്റെം ആണോ? അല്ല, എന്താണ്, ലീവ്സ് ആണ് അല്ലേ. അപ്പോൾ ഇത് തെറ്റാണ് അല്ലേ. നെക്സ്റ്റ് എന്താണ്, ഓൾ ദ ഫ്ലവേഴ്സ് ഇൻ എ പ്ലാന്റ് ഡു നോട്ട് ബിക്കം ഫ്രൂട്ട്സ്. പ്ലാന്റ്സിലുള്ള എല്ലാ ഫ്ലവേഴ്സും എന്താണ് ഫ്രൂട്ട്സ് ആവൂലെന്ന്, ശരിയാണ് അല്ലേ. ഓക്കെ, അത് ടിക്ക് ഇട്ട് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, ആക്ടിവിറ്റി 2 ആണ്. നോ അവർ ഫുഡ്. നമുക്ക് ഫുഡിനെ അറിയാം. അമ്മു പ്രിപ്പയർ ദ ഫോളോയിങ് ടേബിൾസ് ടു ക്ലാസിഫൈ ഡിഫറെന്റ് ഫുഡ് ഐറ്റംസ് ബേസ്ഡ് ഓൺ ദെയർ ഫീച്ചർ. എന്താണ് അമ്മു പ്രിപ്പയർ ചെയ്തില്ലേ, എന്ത് ഡിഫറെന്റ് ഫുഡ് ഐറ്റംസ് ഒക്കെ എന്താണ് അതിന്റെ ഫീച്ചർ ബേസ് ചെയ്തിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്തു. അപ്പോൾ ടേബിൾ പ്രിപ്പയർ ചെയ്തെന്ന് പറഞ്ഞിരിക്കും അല്ലേ. അപ്പോൾ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, സിറിയൽസ് ഇങ്ങനെ എഴുതി അല്ലേ. ഒബ്സർവ് ദ ടേബിൾ ആൻഡ് ഹെൽപ്പ് അമ്മു ക്ലാസിഫൈ ദം പ്രോപ്പർലി. ഈ ടേബിൾ നോക്കിയിട്ട് എന്താണ് അമ്മുവിനെ സഹായിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ നോക്കൂ, ഫ്രൂട്ട്സ് അല്ലേ, ഫ്രൂട്ട്സ് ഏതൊക്കെയാ, ഗ്രേപ്പ് ആണ്. ഓക്കെ, ഫ്രൂട്ട് ഗ്രേപ്പ് തന്നെയാണ്. പക്ഷെ എന്താ, റൈസ് അതാണോ? അല്ല. ലേഡീസ് ഫിംഗർ അതാണോ, ഫ്രൂട്ടാണോ? അല്ല. അപ്പം എന്താക്കാം, ഇവിടെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, സിറിയൽസ് അത് നമുക്ക് ഹെഡിങ് എഴുതാം. ആദ്യം നമ്മൾ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, സിറിയൽസ് ഇങ്ങനെ ഹെഡിങ് എഴുതിയിട്ടാ. ഇനി ഇതിൽ നോക്കുക, അതിൽ ഏതൊക്കെയാണ് ഫ്രൂട്ട്സ്. ഗ്രേപ്പ് ഫ്രൂട്ട്സ് ആണല്ലേ. അപ്പം നമുക്ക് ഇവിടെ എന്താക്കുക, ഗ്രേപ്പ് എന്ന് എഴുതാം കേട്ടോ. അപ്പം ഗ്രേപ്സ്. ഓക്കെ, ഗ്രേപ്സ് ഫ്രൂട്ട്സ് ആണ്.
പിന്നെ എന്താ അതിന് ഗ്രേപ്സ് ഏതാ നോക്കിയ റൈസ് എന്താണ് റൈസ് സിറിയൽസ് എന്താണ് സിറിയൽസ് ആണോ അല്ലെങ്കിൽ വെജിറ്റബിൾ ആണോ സിറിയൽസ് ആണ് അല്ലേ അപ്പം എന്തൊക്കെ അത് റൈസ് എന്ന് അവിടെ എഴുതുക കേട്ടോ സിറിയൽസിൻ്റെ അവിടെ എന്താണ് റൈസ് എന്ന് എഴുതുക ഓക്കെ നെക്സ്റ്റ് എന്താ നോക്കിയാൽ എന്താണ് നെക്സ്റ്റ് ലേഡീസ് ഫിംഗർ എന്താണ് വെജിറ്റബിൾ ആണ് അല്ലേ അപ്പോൾ അവിടെ എന്താക്കാം നമുക്ക് ലേഡീസ് ഫിംഗർ എഴുതുക കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് എന്താക്കാം അവിടെ ലേഡീസ് ഫിംഗർ ലേഡീസ് ഫിംഗർ ലേഡീസ് ഫിംഗർ എഴുതാം ഓക്കെ ദെൻ അടുത്ത എന്താണ് നമുക്ക് അടുത്തത് ഇനി വരുന്നത് എന്താണ് മെയ്സ് മെയ്സ് ഏതിൽ വരുന്നു മെയ്സ് ഏതാണ് സിറിയൽസ് ആണ് അല്ലേ അപ്പം മെയ്സ് നമുക്ക് എഴുതാം അവിടെ സിറിയൽസിൻ്റെ അവിടെ മെയ്സ് എന്ന് എഴുതാം കേട്ടോ ഓക്കെ മെയ്സ് ഓക്കെ ദെൻ നെക്സ്റ്റ് എന്താ നോക്കിയാൽ എന്താണ് മെയ്സ് കഴിഞ്ഞിട്ട് ഇവിടെ ഓറഞ്ച് ഓറഞ്ച് എന്താ ഫ്രൂട്ട്സിൽ പെടും അല്ലേ അപ്പം നമുക്ക് അവിടെ എന്താക്കാം ഓറഞ്ച് എന്ന് എഴുതാം കേട്ടോ ഓക്കെ ഓറഞ്ച് ഓറഞ്ച് എഴുതി ദെൻ അടുത്തത് എന്താണ് കുക്കുംബർ കുക്കുംബർ എവിടെയാ കുക്കുംബർ വെജിറ്റബിൾസ് അവിടെ അല്ലേ അപ്പോൾ ഇവിടെ എന്താക്കുക വെജിറ്റബിൾസ് കുക്കുംബർ കൊടുക്കുക കേട്ടോ കുക്കുംബർ കുക്കുംബർ ഓക്കെ ദെൻ അപ്പോൾ നമുക്ക് ഇനി ഇത് കിട്ടി ഇനി അടുത്ത എന്താണ് ഇവിടെ ആപ്പിൾ ആപ്പിൾ ഏതിലാണ് വരുന്നത് ഫ്രൂട്ട്സിലാണ് അല്ലേ അപ്പോൾ ഇവിടെ നമുക്ക് എന്താക്കുക ആപ്പിൾ എന്ന് കൊടുക്കുക എഴുതുക ആപ്പിൾ ഓക്കെ ദെൻ അടുത്ത എന്താന്ന് നോക്കിയാൽ അതിൽ തന്നിരിക്കുന്ന ബ്രിഞ്ചൽ ബ്രിഞ്ചൽ ഏതാ വെജിറ്റബിൾ ആണ് അല്ലേ അപ്പോൾ ഇവിടെ എന്താക്കുക ബ്രിഞ്ചൽ എഴുതുക കേട്ടോ ഓക്കെ ഇവിടെ ബ്രിഞ്ചൽ എഴുതുക ബ്രിഞ്ചൽ ദെൻ നെക്സ്റ്റ് എന്താ വീറ്റ് വീറ്റ് ഏതാ സിറിയലാണ് അല്ലേ അപ്പോൾ ഇവിടെ എന്താക്കുക സിറിയലിൻ്റെ അവിടെ വീറ്റ് എന്ന് എഴുതുക കേട്ടോ വീറ്റ് ഓക്കെ അപ്പോൾ ഇത് കിട്ടിയല്ലോ അല്ലേ ഇനി നെക്സ്റ്റ് എന്താ അടുത്ത ക്വസ്റ്റ്യൻ വൈ ഡു വി ഇൻക്ലൂഡ് വെറൈറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് ഇൻ അവർ ഡയറ്റ് പ്രിപ്പയർ ആൻഡ് നോട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഫുഡ് ഐറ്റംസിൽ നമ്മുടെ ഡയറ്റിൽ ഫുഡ് ഐറ്റംസ് പല വെറൈറ്റി ഉള്ള ഫുഡ് ഐറ്റംസ് ഉൾപ്പെടുത്തി എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് പ്രിപ്പയർ ആൻഡ് നോട്ട് അത് നിങ്ങൾ എഴുതുക കേട്ടോ അടുത്ത ആക്ടിവിറ്റി എന്താണ് തനു ആൻഡ് ഹിസ് ഫാദർ കെയിം ടു ടെക്സ്റ്റൈൽ ഷോപ്പ് ടു ബൈ ക്ലോത്ത് സമ്മർ സീസൺ ഇസ് കമ്മിങ് വിച്ച് ഇസ് എ മോസ്റ്റ് സൂട്ടബിൾ ക്ലോത്ത് ഫോർ സമ്മർ സീസൺ അപ്പൊ ഏത് ക്ലോത്ത് ആണ് നമ്മൾ സമ്മർ സീസണിൽ ഇടുക എന്താ കോട്ടൺ ആണ് അല്ലേ അപ്പൊ നമുക്ക് എന്താ ഇവിടെ കോട്ടൺ എന്ന് എഴുതാം കേട്ടോ അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാന്ന് നിങ്ങൾക്ക് അറിയില്ലേ അതിന്റെ ഫീച്ചറൊക്കെ എന്താക്കുക അവിടെ എഴുതുക ഫീച്ചേഴ്സ് ഓഫ് ക്ലോത്ത്സ് യു വിയർ ഇൻ സമ്മർ സീസൺ എന്നാണ് സമ്മർ സീസണിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ആ ക്ലോത്തിന്റെ ഫീച്ചർ ഇതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എന്താ ആ ഫീച്ചറൊക്കെ നിങ്ങൾ എഴുതുക കേട്ടോ ഓക്കെ ദെൻ അടുത്തത് എന്താണ് വിച്ച് ഡ്രസ് അതിൽ ഉള്ളതാണ് കേട്ടോ വിച്ച് ഡ്രസ് ഈസ് മെയ്ഡ് യൂസിങ് ദ ഫർ ഓഫ് ഷീപ്പ് ടു സർവൈവ് കോൾഡ് തണുപ്പിൽ നിന്ന് നമ്മൾ ഏത് ഇതാണ് ഷീപ്പിന്റെ ഫർ രോമ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഡ്രസ്സ് ഏതാണെന്ന് വെച്ചിരിക്കുന്നത് തണുപ്പിൽ നിന്ന് സർവൈവ് ചെയ്യാൻ എന്താണ് വൂൾ അല്ലേ അപ്പോൾ ഏത് ഡ്രസ്സാണ് വൂളൻ ക്ലോത്ത്സ് ആണ് അല്ലേ ഓക്കെ ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റി 4 ആണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജോബ്സ് ഉണ്ട് അല്ലേ ഫൈൻഡ് ഔട്ട് ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജോബ്സ് അസോസിയേറ്റഡ് വിത്ത് ദ കൺസ്ട്രക്ഷൻ ഓഫ് ഹൗസസ് ഇതിൽ ഏതൊക്കെയാണ് ഈ കൺസ്ട്രക്ഷൻ ഓഫ് ഹൗസസ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ജോബ്സുകൾ ഏതൊക്കെയാണെന്ന് വെച്ചിരിക്കുന്നത് എന്താണ് കാർപ്പൻട്രി ആണ് അല്ലേ അപ്പോൾ നമുക്ക് കാർപ്പൻട്രി എന്ന് ഇവിടെ എഴുതുക കേട്ടോ ഓക്കെ ദെൻ പിന്നെന്താണ് അടുത്ത് ചോദിച്ചിരിക്കുന്നത് എന്താണ് ടൈലറിങ് വേണോ വേണ്ട അല്ലേ കൺസ്ട്രക്ഷൻ ഓഫ് വാൾസ് വേണം അല്ലേ അപ്പോൾ കാർപ്പൻട്രി ഒന്ന് എഴുതുക പിന്നെ ടിക്കറ്റ് നിങ്ങൾക്ക് എഴുതുക കേട്ടോ ഇത് എഴുതുക ആദ്യം പിന്നെ കൺസ്ട്രക്ഷൻ ഓഫ് വാൾസ് എഴുതുക പിന്നെ ടാപ്പിങ് അത് ടാപ്പിങ് പിന്നെ കൺസ്ട്രക്ഷൻ ബേസ്മെന്റ് ഇതെഴുതുക അല്ലേ പിന്നെ പ്ലാസ്റ്ററിങ് കേട്ടോ ഓക്കെ ദെൻ അടുത്തത് എന്താണ് നെക്സ്റ്റ് എന്താണ് സ്കൂൾ ഈസ് എ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ വാട്ട് സർവീസ് ഡു യു ഗെറ്റ് ഫ്രം സ്കൂൾ അപ്പോൾ സ്കൂൾ എന്ന് പറയുന്നത് എന്താണ് ഇവിടെ എന്തൊക്കെയാണെന്ന് മനസ്സിലായില്ല അല്ലേ കാർപ്പൻട്രി പിന്നെന്താണ് കൺസ്ട്രക്ഷൻ ഓഫ് വാൾസ് കൺസ്ട്രക്ഷൻ ബേസ്മെന്റ് പ്ലാസ്റ്ററിങ് കേട്ടോ ദെൻ ബി എന്താണ് സ്കൂൾ ഈസ് എ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ വാട്ട് സർവീസസ് ഡു യു ഗെറ്റ് ഫ്രം എ സ്കൂൾ സ്കൂളിൽ നിന്ന് കിട്ടുന്ന സർവീസ് ഒക്കെ എന്തൊക്കെയാ ഒന്ന് എഡ്യൂക്കേഷൻ അല്ലേ പിന്നെന്താ അടുത്ത് കിട്ടുന്നത് വേറെന്താ ഈ പബ്ലിക് സ്കൂളിൽ നിന്ന് കിട്ടുന്നത് നിങ്ങൾക്ക് എഴുതിക്കൂടെ അത് എഴുതുക കേട്ടോ ദെൻ നെക്സ്റ്റ് എന്താണ് പുട്ട്
ടിക്ക് മാർക്ക് അഗെയിൻസ്റ്റ് ദ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് ഹെൽപ്സ് ഇൻ മണി ട്രാൻസാക്ഷൻ. ഇതിൽ എവിടുന്നാണ് പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് ഹെൽപ്സ് ഇൻ മണി ട്രാൻസാക്ഷന് ഹെൽപ്പ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷന് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്? പോലീസ് സ്റ്റേഷനാണോ? അല്ല. ലൈബ്രറി ആണോ? അല്ല. ഹോസ്പിറ്റലാണോ? അല്ല. ഏതാണ്? ബാങ്ക് ആണ് അല്ലേ? അപ്പൊ നമുക്ക് എന്താക്കാം, അവിടെ ബാങ്കിന്റെ അവിടെ ടിക്കറ്റ് കൊടുക്കാം കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കൂ. ആക്ടിവിറ്റി 5 ആണ് കേട്ടോ. മൈ ലാൻഡ് കേരള. ഒബ്സർവ് ദ മാപ്പ് ഓഫ് കേരള, ഫൈൻഡ് ഔട്ട് ദ ഫീച്ചേഴ്സ് ഓഫ് ദ ഗിവൺ ഡിസ്ട്രിക്ട് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. ഈ കേരളന്റെ മാപ്പ് നോക്കിയിട്ട് അതിന്റെ ഫീച്ചേഴ്സ്, തന്നിരിക്കുന്ന ഡിസ്ട്രിക്റ്റിന്റെ ഒക്കെ എന്താണ് ഫീച്ചർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ നോക്കൂ, കർണാടക ഈ ഭാഗത്തിലെ, ഇത് തമിഴ്നാടാണ്, ഇത് അറേബ്യൻ സീ ആണ് അല്ലേ. നോക്കൂ, തന്നിരിക്കുന്ന ഡിസ്ട്രിക്ട് ഏതൊക്കെ? കാസർഗോഡ്. അതിന്റെ ഫീച്ചർ എന്താണ്? ഡിസ്ട്രിക്ട് ദാറ്റ് ഷെയർസ് ബോർഡർ വിത്ത് കർണാടകയായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് ബോർഡർ. ദെൻ ഇടുക്കി ആണെങ്കിൽ ഇടുക്കി, പാലക്കാട്, തിരുവനന്തപുരം എന്താ? ക്യാപിറ്റൽ ഓഫ് കേരള നമുക്ക് എഴുതാം അല്ലെ. കേരളത്തിന്റെ ക്യാപിറ്റൽ എന്താണ്? തിരുവനന്തപുരമാണ്. ഇനി പാലക്കാട് എന്താണ് നോക്കിയാൽ, പാലക്കാട് എവിടെയാണ് വരുന്നത്? അതിന്റെ ഫീച്ചറൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും അല്ലെ. പാലക്കാടിന്റെ ഇടുക്കിന്റെ ഒക്കെ അതൊക്കെ നിങ്ങൾ പഠിക്കുക കേട്ടോ, എഴുതുക. വിച്ച് ഡിസ്ട്രിക്ട് ഇൻ കേരള ഇസ് സറൗണ്ടഡ് ബൈ അതർ ഡിസ്ട്രിക്ട്? പിന്നെ കേരളയിലെ ഏതാണ്? പത്തനംതിട്ടയാണ് അല്ലെ. കേരള ഡിസ്ട്രിക്ട് സറൗണ്ടഡ് ബൈ അതർ ഡിസ്ട്രിക്ട് ഇസ് പത്തനംതിട്ട അല്ലെ. ബോർഡറിംഗ് കോട്ടയം ആൻഡ് ഇടുക്കി ടു ദ നോർത്ത്, ആലപ്പുഴ ടു ദ വെസ്റ്റ്, കൊല്ലം ടു ദ സൗത്ത് ആൻഡ് തമിഴ്നാട് ടു ദ ഈസ്റ്റ്. ഓക്കെ, അപ്പോൾ പത്തനംതിട്ട. നെക്സ്റ്റ് എന്താണ്? ഐ ആം ദ സ്മോളസ്റ്റ് ഡിസ്ട്രിക്ട് ഇൻ കേരള, ഹു ആം ഐ? സ്മോളസ്റ്റ് ഡിസ്ട്രിക്ട് ഏതാണ് കേരളത്തിലുള്ളത്? ആരാണ് ഞാൻ? ആലപ്പുഴയാണോ, വയനാടാണോ, പത്തനംതിട്ടയാണോ, കൊല്ലാണോ? ഏതാണ് സ്മോളസ്റ്റ് ഡിസ്ട്രിക്ട്? ഏതാണ്? ആലപ്പുഴ അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ ആലപ്പുഴ അങ്ങോട്ടേക്ക് എടുത്ത് ചെയ്തിട്ടോ, അത് ആലപ്പുഴ ഏട്ടോ. ദെൻ നെക്സ്റ്റ് എന്താ? വാട്ടർ ആൻഡ് സോയിൽ ആണ് അല്ലെ. ഡിഫറെന്റ് ഫീച്ചേഴ്സ് ഓഫ് സോയിൽസ് ആർ ഗിവൺ ബിലോ. പല ഫീച്ചേഴ്സ്, സോയിലിന്റെ പല ഫീച്ചേഴ്സ് ആയിട്ട് ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ. ദർ ഈസ് എയർ ഇൻ ദ സോയിൽ, ദർ ഈസ് ബയോമാസ് ഇൻ ദ സോയിൽ, ദർ ആർ terraces of water in the soil. There are traces of water in the soil. Prepare an observation note to prove that there are terraces of water in soil. അപ്പോൾ നമുക്ക് എന്താണ് ഒബ്സർവേഷൻ നോട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ട്രേസസ് ഓഫ് വാട്ടർ ഇൻ സോയിൽ, സോയിലുള്ള ട്രേസസ് ഓഫ് വാട്ടറിനെ എന്താ പ്രൂവ് ചെയ്തിട്ട് എന്താണ് ഒരു ഒബ്സർവേഷൻ നോട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന്റെ എയിം എന്താണ്? എയിം എന്ന് പറയുന്നത് എന്താ? ടു ഫൈൻഡ് ഔട്ട് വാട്ടർ ഇൻ ദ സോയിൽ അല്ലെ. ഈ മെറ്റീരിയൽസ് ഏതൊക്കെയാ വേണ്ടത്? സോയിൽ ഫ്രം ഗാർഡനും ട്രാൻസ്പാരന്റ് പ്ലാസ്റ്റിക് ബോട്ടിലും ആണ് വേണ്ടത് അല്ലെ. ഓക്കെ, പിന്നെന്താണ്? മെത്തേഡ് ഓഫ് എക്സ്പെരിമെന്റ് എങ്ങനെ ചെയ്യാം നമുക്ക്? കളക്ട് ദ സോയിൽ ഫ്രം ദ ഗാർഡൻ ആൻഡ് പ്ലേസ് ഇറ്റ് എവിടുന്ന? പ്ലേസ് ഇറ്റ് ഇൻസൈഡ് ദ ട്രാൻസ്പാരന്റ് ബോട്ടിൽ. പിന്നെന്താ? ഇങ്ങോട്ട് ക്ലോസ് ചെയ്യുക അല്ലെ. ക്ലോസ് ദ ബോട്ടിൽ ആൻഡ് പ്ലേസ് ഇറ്റ് ഇൻ സൺലൈറ്റ്. ഓക്കെ, അതാണ് എന്ത് മെത്തേഡ് ഓഫ് എക്സ്പെരിമെന്റ്. എന്നുകൊണ്ട് പറഞ്ഞുതരാം എങ്ങനെയാണ്. കളക്ട് ദ സോയിൽ ഫ്രം ദ ഗാർഡൻ ആൻഡ് പ്ലേസ് ഇറ്റ് ഇൻസൈഡ് എ ട്രാൻസ്പാരന്റ് ബോട്ടിൽ, ക്ലോസ് ദ ബോട്ടിൽ ആൻഡ് പ്ലേസ് ഇറ്റ് ഇൻ സൺലൈറ്റ്. ഓക്കെ, ഇനി എന്താണ് ഒബ്സർവേഷൻ നമ്മൾ ചെയ്യേണ്ടത്? എന്താണ്? ദർ ആർ സ്മോൾ ഡ്രോപ്സ് ഓഫ് വാട്ടർ on the inner side of the bottle. Okay, എന്താണ്? There are small drops of water on the inner side of the bottle. അതാണ് ഒബ്സർവേഷൻ. പിന്നെ എന്താണ് ഇൻഫറൻസ്? എന്താ ലാസ്റ്റ് വരുന്നത്? കൺക്ലൂഷന് ഇവിടെ വാട്ടർ പ്രസന്റ് ഇൻ ദ സോയിൽ അല്ലേ. അതാണ് ഇൻഫറൻസ് വരുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പർ കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്താക്കുക? നിങ്ങൾ നന്നായി പഠിക്കുക, എന്നിട്ട് എന്താക്കുക? ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക കേട്ടോ. ഒന്നും കൂടി ഉണ്ട് അല്ലേ. ആസ് പാർട്ട് ഓഫ് ദയർ സ്റ്റഡി ട്രിപ്പ് ടു സോയിൽ ടെസ്റ്റിംഗ് ലാബ്, അമ്മു ആൻഡ് ഫ്രണ്ട്സ് സോ എ സ്റ്റേറ്റ്മെന്റ് ഡിസ്പ്ലേഡ് ഓൺ എ ബോർഡ് ഇൻ ഫ്രണ്ട് ദ ലാബ്. അപ്പൊ എന്താ പറയുന്നത്? അവിടെ ഈ സ്റ്റഡി ട്രിപ്പിൽ പോയപ്പോൾ, ഈ സോയിൽ ടെസ്റ്റിംഗ് ലാബിന്റെ അവിടേക്ക് സ്റ്റഡി ട്രിപ്പിൽ പോയപ്പോൾ അമ്മും ഫ്രണ്ട്സും എന്താണ് ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടു അല്ലെ. ആ ലാബിന്റെ മുന്നിലായിട്ടിട്ട് സോയിൽ ടെസ്റ്റിംഗ് ലാബിന്റെ അടുത്തേക്ക് ഒരു സ്റ്റഡി ട്രിപ്പിൽ പോയി അല്ലെ. അപ്പൊ അവിടെ എന്താണ് ഒരു ബോർഡിൽ ഒരു ഇത് കണ്ട്, എന്താണ് ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടു. എന്താ? വി ക്യാൻ ഓൺലി സർവൈവ് ഇഫ് ദ സോയിൽ ഈസ് പ്രൊട്ടക്റ്റഡ് ഫ്രം പൊല്യൂഷൻ ആൻഡ് ലോസ് ഓഫ് ഫെർട്ടിലിറ്റി എന്ന് കണ്ടില്ലേ. ഇനിയാകുമ്പോൾ പ്രിപ്പയർ എ പോസ്റ്റർ ടു ഗീവ് അവയർനെസ് ഓൺ ദ നീഡ് ഓഫ് പ്രൊട്ടക്റ്റിംഗ് സോയിൽ. അപ്പോൾ എന്താണ് നിങ്ങളൊരു പോസ്റ്റർ തയ്യാറാക്കുകയാണ് വേണ്ടത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ എന്തിനെ കുറിച്ചിട്ടാണ്? ടു ഗീവ് അവയർനെസ് ഓൺ ദ നീഡ് ഫോർ പ്രൊട്ടക്റ്റിംഗ് സോയിൽ, സോയിലിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിൻ്റെ ആവശ്യകതയെ കുറിച്ചിട്ടുള്ളൊരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ നിങ്ങൾക്കറിയാം എന്താണ് ആദ്യം ലേ ഔട്ട് വരയ്ക്കണം അല്ലേ. നിങ്ങൾ മാർക്ക് ഇത് കൊണ്ടുപോകണം, എന്ത് സ്കെച്ചോ ക്രയോൺസോ ഒക്കെ കൊണ്ടുപോവുക. എന്നിട്ട് എന്താക്കുക?
നിങ്ങൾ ഒരു ലേ ഔട്ട് വരയ്ക്കുക ആദ്യം. എന്നിട്ട് എന്താക്കുക, അതിന് ഈ സോയിലിനെ കുറിച്ചിട്ടൊരു ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് സോയിലുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചിത്രം വരയ്ക്കുക. എന്നിട്ട് 2 സ്റ്റേറ്റ്മെൻറ്റ്. എന്ത് പോസ്റ്ററാണെങ്കിൽ നിങ്ങൾ ആദ്യം ലേ ഔട്ട് വരയ്ക്കുക, എന്നിട്ട് അതിനൊരു ഹെഡിങ് കൊടുക്കുക, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ചിത്രങ്ങൾ വരയ്ക്കുക, എന്നിട്ട് 2 സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക കേട്ടോ. അതാണ് പോസ്റ്റർ തയ്യാറാക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയോടെ നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ നന്നായി ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം എഴുതുക, പിന്നെ നന്നായി പഠിക്കുകയും ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു.